ദൈവം മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ 3 വ്യത്യസ്ത ഘടകങ്ങളായിട്ടാണ് ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്നത്. അവൻ്റെ പുറത്തെ ചട്ടക്കൂട് അല്ലെങ്കിൽ അവൻ്റെ ശരീരം, അതിനെ ദേഹം എന്ന് വിളിക്കുകയാണ്. എന്നാൽ അവൻ്റെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഇച്ഛകൾ, വികാരങ്ങൾ ഇവയെല്ലാം സമ്മേളിക്കുന്ന, ഇവയെല്ലാം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു അകത്തെ മനുഷ്യനുണ്ട്. പ്രാണനെന്നോ മനസ്സെന്നൊക്കെ വിളിക്കുന്ന ആ രണ്ടാമത്തെ ഭാഗം, അതിനെ ദേഹി എന്നാണ് വേദപുസ്തകം വിളിക്കുന്നത്. ഏറ്റവും അകത്ത്, ഏറ്റവും ഉള്ളിൽ മൂന്നാമത്തെ ഒരു ഘടകമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അഥവാ ദൈവത്തിൻ്റെ ശ്വാസം. അതിനെ മനുഷ്യാത്മാവ്, മനുഷ്യനിലുള്ള ആത്മാവ് എന്ന് വിളിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെയും വേദനകളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോകുന്നത് രണ്ടാമത്തെ ഘട്ടമായിരിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ പ്രാണൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ദേഹിയിലാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും എല്ലാ വെല്ലുവിളികളുടെയും ആഴത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് ഇവിടെയാണ് എന്ന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ പലവിധമായിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അവൻ്റെ പുറത്തെ ശരീരത്തിൽ വ്യാപരിക്കുന്ന വെല്ലുവിളികളേക്കാൾ അകത്തെ മനുഷ്യനിൽ വലിയ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. പുറത്തുള്ള ശാരീരിക സൗഖ്യം എന്നതിനേക്കാൾ മനുഷ്യൻ ഇന്ന് വേണ്ടിയത് അകത്തെ മനുഷ്യൻ്റെ സൗഖ്യമാണ്, അഥവാ ആന്തരിക സൗഖ്യമാണ്. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും അത്തരത്തിൽ ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പുറത്ത് മനുഷ്യന് എത്രത്തോളം സൗഖ്യവും ആരോഗ്യവും ആവശ്യമാണോ അത്രത്തോളം അതിനേക്കാൾ ഇരട്ടിയിൽ മനുഷ്യൻ്റെ മനസ്സുകൾക്ക് സൗഖ്യം ആവശ്യമാണ്. നമ്മുടെ ശരീരം ബലഹീനപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനെ റിക്കവർ ചെയ്യാൻ, അതിനെ പൂർണ്ണമായ വിടുതലിലേക്ക് കൊണ്ടുവരാൻ ഇന്നിൻ്റെ സമൂഹത്തിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു കഴിഞ്ഞാൽ ദീർഘനാളുകൾ കഴിഞ്ഞാലും അവനെ പൂർണ്ണ സൗഖ്യത്തിലേക്കോ പഴയ ആരോഗ്യത്തിലേക്കോ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പുറത്തെ മനുഷ്യരിൽ അഥവാ ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു 10% മനസ്സിനെ ബാധിക്കുന്നതെങ്കിൽ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ 100% ശരീരത്തെ ബാധിക്കുന്നു എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. മാനസികാരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയിൽ ശാരീരിക ദണ്ഡനങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതവൻ്റെ ശരീരത്തിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മനസ്സിനെ 10% മാത്രമേ ബാധിക്കുന്നുള്ളൂ. എന്നാൽ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ 100% മനുഷ്യ ശരീരത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നിർമ്മിച്ച ഈ മനുഷ്യന് തീർച്ചയായിട്ടും മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നും മനസ്സിന് അവന് വലിയ മുറിവുകൾ ഉണ്ടാകുമെന്നും മനസ്സിൽ അവൻ വലിയ യുദ്ധങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമെന്ന് കർത്താവിന് കൃത്യമായിട്ടും അറിയാമായിരുന്നു. അവൻ്റെ പുറത്തെ ശരീരത്തിലെ വെല്ലുവിളികളേക്കാൾ അകത്തെ മനുഷ്യനിലാണ് വെല്ലുവിളികൾ ഉള്ളതെന്ന് തീർച്ചയായിട്ടും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മാനസിക സൗഖ്യം, മാനസിക ആരോഗ്യം, ഹൃദയത്തിൻ്റെ സൗഖ്യം, ഇതൊക്കെ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു വസ്തുതയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ പഴക്കമുള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം. ആ സങ്കീർത്തന പുസ്തകം 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പഴയ നിയമത്തിലെ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. പുരാതന സങ്കീർത്തനങ്ങളിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ പറയുന്ന വേദഭാഗം നോക്കൂ: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സുകൾക്ക് വേദന ഉളവാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ലോസസ് ആണ്, നഷ്ടങ്ങളാണ്. കൂടെ നിന്ന് പലരും നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്കും ഹൃദയവേദനയിലേക്ക് മനുഷ്യൻ പോകാറുണ്ട്. എന്നാൽ അതിന് ഒരു റെമഡിയായി, അതിനൊരു ആശ്വാസമായിട്ട് തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന ഏറ്റവും ശക്തിമത്തായ ഒരു ദൂതാണ് സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ആ സങ്കീർത്തനം: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നിങ്ങളുടെ ഹൃദയത്തിലേറ്റ ഏത് മുറിവിനെയും സൗഖ്യമാക്കാൻ നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന കർത്താവിന് കഴിയുമെന്നുള്ളതാണ്. അവൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ആരെയും അവൻ ദുഃഖത്തോടുകൂടെ പറഞ്ഞയച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആശ്രയിച്ച എല്ലാ മനുഷ്യരും നിങ്ങൾക്ക് വലിയ വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച സകല മനുഷ്യരും നിങ്ങൾക്ക് നൊമ്പരങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ചേർത്ത് നിർത്തിയ പല മനുഷ്യരും നിങ്ങളെ അഗാധമായിരിക്കുന്ന ദുഃഖങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും വലിയ നഷ്ടങ്ങളിലേക്കും അവർ നിങ്ങളെ നടത്തിയിട്ടുണ്ട്.
എന്നാൽ നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിലേറ്റ മുറിവുകളെ സൗഖ്യമാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ആ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഈ ദൈവവചനം കേൾക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം മുറിവേൽക്കപ്പെട്ടതായി, തകരപ്പെട്ടതായി, ഇനി ഒരു എഴുന്നേൽപ്പിന് സാധ്യതയില്ലാത്തതായി, ഒരു കോണിൽ ഒതുക്കപ്പെട്ട ജീവിതമാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. അവൻ്റെ കരം നിങ്ങളുടെ മേൽ ഇന്ന് ഒന്ന് വയ്ക്കാനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നിങ്ങളെ ഒന്ന് തഴുകട്ടെ, അവൻ നിങ്ങളെ ഒന്ന് ആലിംഗനം ചെയ്യട്ടെ. തീർച്ചയായിട്ടും ആ നഷ്ടങ്ങളിൽ നിന്ന്, ഹൃദയത്തിലേറ്റ മുറിവുകളിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യത്തോടുകൂടെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളത് തിരുവെഴുത്ത് നൽകുന്ന ഏറ്റവും ശക്തിമത്തായ ഒരു ദൂതാണ്. 147-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ മറ്റൊരു വേദഭാഗം നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. മനം തകർന്നവനെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഹൃദയത്തിലേറ്റ മുറിവുകൾ അത് വൈദ്യശാസ്ത്രത്തിന് ഉണക്കാൻ കഴിയുന്നതല്ല. ഹൃദയത്തിലേറ്റ മുറിവുകൾ ഇന്നത്തെ മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഹൃദയത്തിലേറ്റ മുറിവുകളെ സൗഖ്യമാക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതാരം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അവന് പുറമേയുള്ള സൗഖ്യം മാത്രമല്ല, അകത്തെ മനുഷ്യൻ്റെ സൗഖ്യവും നമ്മുടെ കർത്താവിൻ്റെ കയ്യാൽ സാധ്യമാണ്. അവൻ്റെ വാക്കുകൾക്ക് ഉണക്കാൻ കഴിയാത്ത ഒരു മുറിവുമില്ല. അവൻ്റെ കയ്യാൽ സൗഖ്യമാകാത്ത ഒരു മുറിവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുക്കൽ നിൽക്കുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് കെട്ടിപ്പിടിക്കാൻ, അവൻ്റെ പാതാരവൃന്ദങ്ങളെ ഒന്ന് ചുംബിക്കാൻ ഇന്ന് നമുക്ക് താല്പര്യം കാണിക്കാം. തീർച്ചയായിട്ടും ആ മുറിവുകളെ സൗഖ്യമാക്കുന്ന കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയെ നോക്കി 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പ്രവചിച്ച ഒരു വേദഭാഗമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വരുന്നതെന്നും അവിടുത്തെ ദൗത്യം എന്താണെന്നും പറയുന്ന ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു പ്രവചന ദൂതാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? യെശയ്യാവ് പ്രവചിച്ചു വെക്കുകയാണ്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ യഥാർത്ഥ ആവശ്യകത എന്താണെന്ന് യെശയ്യാവ് ഇവിടെ പ്രവചിച്ചു വെക്കുകയാണ്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല കൊടുക്കാനാണ്, ദുഃഖത്തിന് പകരം ആനന്ദ തൈലത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വിഷണ്ണ മനസ്സുകൾക്ക് പകരം സ്തുതി എന്ന മേലാട കൊടുക്കാനാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. സ്നേഹിതരെ, ദൈവമക്കളെ, ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്ക് ഓർക്കുക, നിങ്ങൾ വെണ്ണീരിലിരിക്കുന്നവരെ പോലെ, ചാരത്തിലിരിക്കുന്നവരെ പോലെ, വിഷണ്ണ മനസ്സോടുകൂടെ ഇരിക്കുന്നവരായി, ഹൃദയം നുറുങ്ങിയവരായിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ ദൈവവചനത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ആ ദുഃഖത്തിന് പകരം സ്തുതി എന്ന മേലാട നൽകാൻ, ആ കണ്ണുനീരിന് പകരം, ഹൃദയത്തിൻ്റെ വേദനകൾക്ക് പകരം ആനന്ദ തൈലത്തെ പകരാൻ ദൈവത്തിന് ഇന്ന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ, അവൻ്റെ മാർവിടത്തോട് ചേർന്ന് നിൽക്കാൻ, അവനോട് സങ്കടങ്ങൾ പങ്കുവെക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിലേറ്റ മുറിവുകൾക്ക് സൗഖ്യം വരുത്തേണ്ടതിന്, അവൻ്റെ പാതാരവൃന്ദങ്ങളിൽ അണയാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് ഈ ദൈവവചനം ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനകർത്താവ് പറയുന്ന ആ വാക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.